നമസ്കാരം. എന്തൊരാവേശമാണ് നമ്മുടെ മാധ്യമങ്ങൾക്ക്. മാധ്യമങ്ങൾക്ക് ആവേശം വേണം, തീർച്ചയായിട്ടും അവർക്ക് ആവേശം വേണം, അവർ അത് കണ്ടുപിടിക്കണം, കണ്ടുപിടിച്ചുകൊണ്ട് വരണം. പക്ഷേ കേരളത്തിൽ ഏക മണ്ഡലത്തിലാണ് ഈ കള്ളവോട്ട് നടന്നു എന്നുള്ള കണ്ടുപിടുത്തമായിട്ടാണ് ഇപ്പോൾ എല്ലാ മാധ്യമപ്രവർത്തകരും ഇറങ്ങിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ 19 മണ്ഡലവും വളരെ പക്കയാണ്, 140 അസംബ്ലി മണ്ഡലവും പക്കയാണ്, 10-23,000 വരുന്ന ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെ വാർഡുകൾ ഭദ്രമാണ്. ആകെപ്പാടെ തെരഞ്ഞെടുപ്പ് അട്ടിമറി നടന്നത് തൃശ്ശൂർ മാത്രമാണ് എന്നുള്ള നിലയിൽ ചർച്ച പോകുന്നത് ഗുണകരമല്ല. രാജഗോപാൽ കന്നി വോട്ടിലൂടെ അക്കൗണ്ട് തുറന്നെങ്കിൽ, കന്നി വോട്ടിലൂടെ അസംബ്ലിയിൽ അക്കൗണ്ട് തുറന്നെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിന് കുമ്മനം രാജശേഖരൻ തോറ്റു, ശിവൻകുട്ടി ജയിച്ചതോടുകൂടി ആ അക്കൗണ്ട് പൂട്ടി. ഇനി സുരേഷ് ഗോപിയുടെ അക്കൗണ്ട് കൂടെ പൂട്ടിയാൽ BJPയുടെ അക്കൗണ്ട് മൊത്തത്തിൽ പൂട്ടിക്കാൻ കഴിയൂ. ബാങ്ക്രപ്റ്റസി അല്ലെങ്കിൽ ചെക്ക് ഇല്ലാതെ കാശില്ലാത്ത അക്കൗണ്ടാക്കി മാറ്റാൻ പറ്റുമോ എന്നാണ് നമ്മുടെ മാധ്യമപ്രവർത്തകർ ശ്രമിക്കുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, എന്തായാലും സുരേഷ് ഗോപി ഇപ്പോൾ പെടില്ല. അത് കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം 1 ലക്ഷത്തിൽ പരം വോട്ടുകൾക്കാണ് ജയിച്ചത്. ഇവിടെ 70,000 കണക്കല്ലേ പറയുന്നുള്ളൂ. എന്നാലും അതാ 70,000 വോട്ട് ഇപ്പോൾ കോടതിയിലൊക്കെ ആരെങ്കിലും പോയി 70,000 കട്ട് ചെയ്താലും ബാക്കി സുരേഷ് ഗോപിക്ക് വോട്ട് കിടപ്പണം. അത് സുരേഷ് ഗോപി സേഫ് സോണിലാണ് നിൽക്കുന്നത്, ചെറിയ സോണിലല്ല നിൽക്കുന്നത്, ഡേഞ്ചർ സോണിലല്ല. അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് ആ ഒരു പ്രശ്നമില്ല. പക്ഷേ ജനങ്ങളിങ്ങനെ ആവശ്യമില്ലാതെ നാട്ടുകാർ പറയുന്നു, അവർ പറയുന്നു, ഇവർ പറയുന്നു. വലിയ എല്ലാ മാധ്യമങ്ങളും, എല്ലാ മീഡിയകളും, ഓൺലൈൻകാരും തൃശ്ശൂർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു മനുഷ്യനെ കൈ കിട്ടിയാൽ ആ മനുഷ്യനെ കൊല വിളിക്കുന്നതെന്ന് മലയാള മാധ്യമങ്ങൾ നേരത്തെ തീരുമാനിച്ച് ചെയ്തിട്ടുള്ളതാണ്. എടോ ഗോപാലകൃഷ്ണ എന്ന് മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ പേജിൽ എഡിറ്റോറിയൽ സ്ഥിരമായി എഴുതുന്ന ഗോപാലകൃഷ്ണൻ, എടോ ഗോപാലകൃഷ്ണ താൻ ഏത് പേരിൽ എഴുതിയാലും തന്നെ മനസ്സിലാകുമെന്ന് പറഞ്ഞത് പിണറായി വിജയനാണ് പറഞ്ഞത്. അതുപോലെ തന്നെ, കാരണം പിണറായി വിജയൻ എന്ന വ്യക്തിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച് പോയപ്പോഴാണ് അദ്ദേഹം അത് പറഞ്ഞത്. പത്രപ്രവർത്തകരോട് കടക്ക് പുറത്തെന്ന് പറഞ്ഞു, നികൃഷ്ടജീവികളാണെന്ന് പറഞ്ഞു. വളരെ മോശമായ രീതിയിലാണ് പത്രപ്രവർത്തകരോട് പിണറായി വിജയൻ പറഞ്ഞത്. മറ്റൊന്നുകൊണ്ടുമല്ല, പിണറായി വിജയൻ എന്ന ആ ഒരു വ്യക്തിയെ എങ്ങനെയെല്ലാം തേജോവധം ചെയ്യാൻ പറ്റുമോ അങ്ങനെയെല്ലാം തേജോവധം ചെയ്യുന്നതിന് വേണ്ടി വലിയ അത്യുത്വാനം ചെയ്തവരാണ് മാധ്യമങ്ങൾ. അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി, ഇവിടെ സ്ത്രീ വിഷയ കേസുകൾ എത്രയോ പേരിൽ സ്ത്രീ വിഷയ കേസുകൾ വരുന്നു. പക്ഷേ കുഞ്ഞാലിക്കുട്ടിയുടെ കേസിൽ വന്നപ്പോൾ, ആ ഐസ്ക്രീം പാർലർ കേസിൽ വന്നപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കും പോലെ ചെയ്ത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കുഞ്ഞാലിക്കുട്ടി എന്ന് ഇറങ്ങുമ്പോൾ അന്ന് ഇത്രയും ഓൺലൈൻ ചാനലുകളില്ല, ഡിജിറ്റൽ ചാനലുകളില്ല, യൂട്യൂബ് ചാനലുകളില്ല. അതുപോലെ തന്നെ മറ്റേ മലയാള ചാനലുകളും വാർത്താ ചാനലുകളും കുറവാണ്. ഒരു ഏഷ്യാനെറ്റും മാതൃഭൂമി, അങ്ങനെ 4-5 മനോരമ, 3-4 കുറച്ച് ചാനലുകളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും അവരെല്ലാവരും കൂടി ചാടി വീണൊരു കഴുകൻ്റെ മുന്നിൽ കോഴിക്കുഞ്ഞിനെ കിട്ടിയതുപോലെ കുഞ്ഞാലിക്കുട്ടിയെ കൈകാര്യം ചെയ്തു. അങ്ങനെ മലയാളികൾ എങ്ങനെയാണ് നമ്മൾ ഒരാളിനെ കിട്ടിയാൽ അയാളെ കൊല വിളിക്കും. കൃഷ്ണകുമാറിൻ്റെ വീട്ടിൽ, ദിയാ കൃഷ്ണകുമാറിൻ്റെ സ്ഥാപനത്തിൽ മോഷണം പോയപ്പോൾ, അല്ലെങ്കിൽ അവിടെ നിന്ന് തിരിമറി നടന്നപ്പോൾ അവിടെയും കൃഷ്ണകുമാറിനെ ഒറ്റുകൊടുക്കാൻ പറ്റുമോ, കൃഷ്ണകുമാറിനെ അകത്താക്കാൻ പറ്റുമോ എന്ന് മാധ്യമങ്ങൾ ശ്രമിച്ചു. മാധ്യമങ്ങൾ എന്നും ഇങ്ങനെ തന്നെയാണ്. അവർക്കൊരേ കിട്ടിയാൽ അവർ വല്ലാതെ വേട്ടയാടും. പക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾ മഹാഭൂരിപക്ഷവും BJP വിരുദ്ധരാണ്. അതുകൊണ്ട് BJPക്കാരനായ സുരേഷ് ഗോപിയെ കിട്ടിയപ്പോൾ ഇനി അദ്ദേഹത്തെ പ്രൊവോക്ക് ചെയ്യിച്ച് അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വരുത്തി അത് ആഘോഷമാക്കി തൃശ്ശൂർ തെരഞ്ഞെടുപ്പ് കോളമായിരുന്നു. തൃശ്ശൂരിലെ ജനങ്ങൾ കള്ളത്തരത്തിലൂടെ, കള്ളവോട്ടിലൂടെ, ഇല്ലാത്ത വോട്ടുകളിലൂടെ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചതാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള വളരെ ബോധപൂർവമായ ശ്രമവും ഇതിൻ്റെ പിന്നിലുണ്ട്. അല്ലെങ്കിൽ ഒരു കേസുണ്ടായാൽ ഇങ്ങനെ ആഘോഷിക്കേണ്ട കാര്യമില്ല. കേസിൻ്റെ വഴിക്ക് പോട്ടെ, തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് പോകേണ്ടത് അവിടെ പോട്ടെ, കോടതിയിൽ പോകേണ്ടത് അങ്ങോട്ട് പോട്ടെ. ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്ന മാധ്യമ പ്രവർത്തനം ആർക്കും ഭൂഷണമല്ല.